ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നുള്ളതാണ് ഉപനിഷത്തുകളിലെ അന്തസത്ത. ഉപനിഷത്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്, അല്ലെങ്കിൽ ഉപനിഷത്തുകൾ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ശ്രമിക്കുന്നത് ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നുള്ളതാണ്. ബ്രഹ്മമാണ് സത്യം, ജഗത്ത് മിഥ്യയാണ്. മിഥ്യ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതാണ്, തെറ്റായിട്ട് നമ്മൾ പെർസീവ് ചെയ്യുന്നതാണ്. ഈ ജഗത്ത് എന്ന് പറയുന്നത് ഒരു മിഥ്യയാണ്, ബ്രഹ്മം മാത്രമാണ് സത്യം എന്നാണ് ഈ ഉപനിഷത്തുകളെല്ലാം പറഞ്ഞു തരുന്നത്. അപ്പോൾ പല ഉപനിഷത്തുകൾ എടുത്തു കഴിഞ്ഞാൽ ഉപനിഷത്തുകളിൽ മഹാവാക്യം എന്ന് പറയുന്ന വാക്യമുണ്ട്. അതിലൊന്നാണ് കേട്ടിട്ടുണ്ടാവും, അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ഒരു വാക്ക്. മഹാവാക്യം എന്നാണ് പറയുന്നത്, അഹം ബ്രഹ്മാസ്മി. അതുപോലെ തത്വമസി, അയമാത്മാ ബ്രഹ്മം, പ്രജ്ഞാനം ബ്രഹ്മ. ഇങ്ങനെയുള്ള 4 മഹാവാക്യങ്ങൾ ഉണ്ട്. മഹാവാക്യം എന്ന് പറഞ്ഞാൽ ഞാനും ബ്രഹ്മവും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ്. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാ ഭദ്രം പശ്യേമാക്ഷവീര്യജത്രാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടുവാം സ്വസ്തിനോഭിർവിഷേമ ദേവഹിതം യഥായു സ്വസ്തി ന ഇന്ദ്രോ വൃത്രസ്രവാഃ സ്വസ്തി നഃ പൂഷ്വാ വിശ്വവേദാഃ സ്വസ്തി നസ്താക്ഷ്യോ അരിഷ്ടനേമി സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ശാന്തി ശാന്തി. നമ്മൾ ഇന്നത്തെ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിലെ, അതായത് ശാന്തി വിദ്യ എന്ന പ്രോഗ്രാമിലെ ടോപ്പിക്ക് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മോക്ഷം എന്നാണ്, അല്ലെങ്കിൽ ബന്ധനമുക്തി എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്നെടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. വലിയ ഒരു സബ്ജക്റ്റാണ്, പക്ഷേ ഇതിൻ്റെ ചെറിയ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമേ നമ്മൾ ഇന്ന് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ പലർക്കും ഇതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടായിരിക്കും, എന്താണ് മോക്ഷമെന്നും എങ്ങനെയാണ് നമ്മൾ മോക്ഷം നേടാമെന്നും ഒക്കെയാണ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അദ്വൈത വേദാന്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആദി ശങ്കരാചാര്യരുടെ അദ്വൈത സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വേദാന്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള അദ്വൈത സിദ്ധാന്തം. ശങ്കരാചാര്യർ വളരെ വ്യക്തമായിട്ട് ആ സിദ്ധാന്തത്തെ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നുണ്ട്. അത് വളരെ പ്രചാരത്തിലുള്ളതുമാണ് അദ്വൈത സിദ്ധാന്തം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ മോക്ഷത്തെ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മോക്ഷത്തിന് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ടാവും, പല രീതിയിലും. അത് യോഗയുടെ ബേസിലും, അതുപോലെ ഭക്തിയുടെ അടിസ്ഥാനത്തിലുള്ള മോക്ഷം, പല രീതിയിൽ അതിനെ നമ്മൾ കാണുന്നുണ്ട്. സാധാരണ നിത്യജീവിതത്തിൽ വളരെ സുപരിചിതമായിട്ടുള്ളൊരു വാക്കായതുകൊണ്ട് തന്നെ അതിന് പല അർത്ഥതലങ്ങൾ നമ്മൾ കൽപ്പിക്കാറുണ്ട്. പക്ഷെ നമ്മളിവിടെ നോക്കുന്നത് കൃത്യമായിട്ട് ഉപനിഷത്തുകളിൽ നിന്നുള്ള, അതായത് വേദാന്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള അദ്വൈത സിദ്ധാന്തത്തിനെ അനുസരിച്ചാണ് നമ്മളിവിടെ എല്ലാ ഡെഫിനിഷനും കൊടുക്കുന്നത്. അപ്പോൾ മോക്ഷം അല്ലെങ്കിൽ ബന്ധനമുക്തി, മോക്ഷത്തെ മുക്തി, മോചനം എന്നൊക്കെയുള്ള പല വാക്കുകളിൽ നമ്മൾ കാണിക്കാറുണ്ട്. മുച്ച് എന്ന സംസ്കൃത ധാതുവിൽ നിന്നാണ് ഈ മോക്ഷം അല്ലെങ്കിൽ മുക്തി, മോചനം ഇതൊക്കെ വന്നിരിക്കുന്നത്. മുച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിടുക എന്നുള്ളതാണ്. അപ്പോൾ ആ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്കറിയാം നമ്മൾ
ഏതോ ബന്ധനത്തിലാണ്, ഏതോ തരത്തിലുള്ള ഒരു ബന്ധനത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. അതിൽ നിന്നാണ് നമുക്ക് മോചനം ലഭിക്കേണ്ടത്, മോചനം നേടേണ്ടത്, അല്ലെങ്കിൽ മുക്തി നേടേണ്ടത്. അതിനാണ് ഈ സബ്ജക്റ്റിൻ്റെ ടോപ്പിക്കായിട്ട് ബന്ധനമുക്തി എന്ന് ചേർത്തിരിക്കുന്നത്. ബന്ധനമുക്തി. നമ്മൾ ബന്ധനം എന്താണ്, എങ്ങനെയാണ് നമ്മൾ ബന്ധനത്തിലായിരിക്കുന്നത്, എന്താണ് ഈ ബന്ധനം എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട്. മുക്തി, തീർച്ചയായും മുക്തിയും മോക്ഷം എന്താണെന്ന് അറിയേണ്ടതുണ്ട്. അതുപോലെ ആദ്യം നമ്മൾ അറിയേണ്ടത് എങ്ങനെ നമ്മൾ ഈ ബന്ധനത്തിലായി, എന്താണ് ബന്ധനം. ചുരുക്കി പറഞ്ഞാൽ ബന്ധനം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, സാധാരണയുള്ള ബന്ധനം, ബന്ധനാവസ്ഥ നമുക്ക് അറിയാം, വളരെ സാധാരണമായിട്ട് ഉപയോഗിക്കുന്ന വാക്ക് തന്നെയാണ് ബന്ധനം. നമ്മൾ ഇന്ന് ഇവിടെ മോക്ഷത്തിന് വേണ്ടി ചിന്തിക്കുന്ന ഒരാൾ ബന്ധനമുക്തി, ബന്ധനത്തിൽ നിന്ന് മോചനം നേടുക എന്ന് പറയുമ്പോൾ ആ ബന്ധനം എന്ന് പറയുന്നത് സംസാര ചക്രത്തിലുള്ള ബന്ധനമാണ് ഉദ്ദേശിക്കുന്നത്. സംസാര ചക്രത്തിലുള്ള ബന്ധനം. സംസാര ചക്രം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ജീവിക്കുന്ന ഇത് സംസാര ചക്രത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ലോകത്തിൻ്റെ ക്രമത്തെ നമുക്ക് സംസാര ചക്രം എന്ന് വിളിക്കാം. ആ സംസാര ചക്രത്തിലാണ് നമ്മൾ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നത്, ബന്ധനസ്ഥനായിരിക്കുന്നത്. ആ സംസാര ചക്രത്തിൽ നിന്നാണ് നമുക്ക് മോചനം നേടേണ്ടത്. എങ്ങനെയാണ് നമ്മൾ സംസാര ചക്രത്തിൽ ബന്ധനസ്ഥനായിരിക്കുന്നത്? അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ സംസാര ചക്രത്തിൻ്റെ ഒരു ക്രമം അറിയേണ്ടതുണ്ട്. സംസാര ചക്രത്തിൻ്റെ ഒരു ക്രമം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് കർമ്മ ഫലമാണെന്ന് നമുക്കറിയാം. ജീവിതം എന്നത് കർമ്മ ഫലമാണ്, അല്ലെങ്കിൽ പ്രവൃത്തിയുടെ ഫലമാണ് നമ്മുടെ ജീവിതം. ജീവിതത്തിലുടനീളം നമ്മൾ പ്രവൃത്തി ചെയ്യുന്നു, പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നു. പ്രവൃത്തിയുടെ ഫലം എന്ന് പറയുന്നത് അത് നമുക്ക് അനുഭവിക്കുന്നത് സുഖദുഃഖങ്ങളുടെ രൂപത്തിലാണ്. പ്രവൃത്തിയുടെ ഫലം നമ്മളിലേക്ക് എത്തുന്നത് അതിന് ദൃഷ്ടകർമ്മം എന്നാണ് പറയുന്നത്. പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്ന ഫലത്തെ ദൃഷ്ടകർമ്മം, നേരിട്ട് നമ്മൾ മനസ്സിലാക്കി അനുഭവിക്കുന്ന ഫലത്തെ ദൃഷ്ടകർമ്മങ്ങൾ എന്ന് പറയുന്നു. അത് സുഖദുഃഖങ്ങളായിട്ടാണ് വരുന്നത്. നമ്മൾ ഓരോരോ പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോഴും അതിൻ്റെ പരിണത ഫലമായിട്ട് നമുക്ക് അനുഭവിക്കുന്നത് സുഖം അല്ലെങ്കിൽ ദുഃഖം. ഈ രണ്ട് രീതിയിലും നമുക്ക് അതിൻ്റെ ഫലം അനുഭവപ്പെടും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് അദൃഷ്ടമായ പുണ്യപാപ ഫലങ്ങളും വന്നു ചേരുന്നുണ്ട്. നമുക്ക് ധർമ്മത്തിനനുസരിച്ചാണ് നമ്മുടെ പ്രവൃത്തിയെങ്കിൽ അവിടെ പുണ്യമാണ് ഉണ്ടാവുന്നത്, അധർമ്മമാണെങ്കിൽ പാപഫലവും ഉണ്ടാവും. ഈ പുണ്യ പാപ ഫലങ്ങളെ അദൃഷ്ടകർമ്മങ്ങൾ എന്നാണ് പറയുന്നത്. നമുക്ക് അറിയില്ല, കാണാൻ പറ്റില്ല ഏതാണ് അദൃഷ്ടകർമ്മങ്ങൾ, എങ്ങനെയാണ് ഉണ്ടായതെന്ന്. അത് നമുക്കൊരിക്കലും കാണാൻ പറ്റാത്തതുകൊണ്ടാണ് അതിനെ അദൃഷ്ടകർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഈ അദൃഷ്ടകർമ്മങ്ങളാണ് നമ്മളെ വീണ്ടും കർമ്മം ചെയ്യാനും നമ്മുടെ ഈ സംസാര ചക്രത്തിൽ നിലനിർത്തുന്നതും അദൃഷ്ടകർമ്മങ്ങളാണ്. കർമ്മബന്ധം എന്ന് പറയുന്നത് അദൃഷ്ടകർമ്മത്തോടുള്ള ബന്ധമാണ്. പുണ്യവും പാപവും ചേർന്നാണ് നമ്മൾ വീണ്ടുമുള്ള ജനനങ്ങൾ, പുനർജന്മങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഈ സംസാര ചക്രത്തിൽ നമ്മളെ നിലനിർത്തുന്നത് അദൃഷ്ടകർമ്മങ്ങളാണ്. പുണ്യവും പാപവും നിറഞ്ഞുള്ള അദൃഷ്ടകർമ്മങ്ങൾ. അദൃഷ്ടകർമ്മങ്ങൾ കാരണമാണ് നമുക്ക് ശരീരം ലഭിക്കുന്നത്. ആ ശരീരം കൊണ്ടാണ് നമ്മൾ വീണ്ടും പ്രവൃത്തി ചെയ്യുന്നത്. ആ പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മുടെ വാസനക്കനുസരിച്ച് നമ്മളിലെ കർമ്മത്തിൻ്റെ വാസനകൾ നിലനിൽക്കുന്നുണ്ട്. മെമ്മറി, നമ്മുടെ ഓരോ പ്രവൃത്തിയുടെയും മെമ്മറി ഓർമ്മകളായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതിനെ വാസന എന്ന് പറയും. വാസനക്കനുസരിച്ചുള്ള പ്രവൃത്തിയാണ് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ആ പ്രവൃത്തിക്കനുസരിച്ച് നമ്മൾ വീണ്ടും കർമ്മങ്ങളിൽ അകപ്പെടുന്നു. ആ കർമ്മങ്ങൾ നമ്മൾ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഈ സംസാര ചക്രത്തിൽ ജനന മരണ പ്രക്രിയ തുടർന്നുകൊണ്ടേ പോകുന്നു.
അതിനെയാണ് നമ്മൾ സംസാര ചക്രം എന്ന് പറയുന്നത്. നമ്മൾ ജീവിക്കുന്ന ഈ സംസാര ചക്രം, നമ്മൾ ആ സംസാര ചക്രത്തിലാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ബന്ധനത്തിൻ്റെ കാരണം എന്നത് കർമ്മമാണ്. കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കുന്നതാണ് ബന്ധനത്തിൻ്റെ കാരണം. ആ ബന്ധനത്തിൻ്റെ കാരണം ഫലം അനുഭവിക്കുന്നതായതുകൊണ്ട് തന്നെ വേദങ്ങളിൽ 4 പുരുഷാർത്ഥങ്ങൾ ഒരു ജീവിതത്തിൽ നമ്മൾ നേടേണ്ടതായിട്ടുള്ള 4 പുരുഷാർത്ഥങ്ങളെ പറ്റി പറയുന്നുണ്ട് വേദങ്ങൾ. അത് ധർമ്മ, അർത്ഥ, കാമ, മോക്ഷം. ആ ധർമ്മ, അർത്ഥ, കാമ, മോക്ഷത്തിലെ 4ാമത്തെ പുരുഷാർത്ഥമാണ് മോക്ഷം. അതായത് പരമപുരുഷാർത്ഥമായിട്ട് കാണുന്നത്, ഏറ്റവും മസ്റ്റായിട്ട് നമ്മൾ നേടേണ്ടതാണ് മോക്ഷം. പരമപുരുഷാർത്ഥമായിട്ടാണ് വേദങ്ങൾ കാണുന്നത് മോക്ഷത്തെ. മറ്റുള്ളതൊക്കെ ധർമ്മ, അർത്ഥ, കാമ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഈ മോക്ഷം നേടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശാസ്ത്രം എന്ന് പറയുമ്പോൾ വേദങ്ങൾ പല മാർഗങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചിട്ടുണ്ട്, നമുക്ക് എങ്ങനെ മോക്ഷം നേടാം എന്നുള്ളതിന്. അതുപോലെ തന്നെ മോക്ഷം നേടുന്നതിന് പല മാർഗങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും അത് മോക്ഷം പ്രധാനമായിട്ടും 2 തരത്തിലാണ് നമുക്ക് നേടാൻ പറ്റുന്നത്. ഒന്ന് ക്രമമുക്തി എന്ന് പറയും, പിന്നെ ഒന്ന് സദ്യോമുക്തി. ക്രമമുക്തി എന്ന് പറയുന്നത് വളരെ ക്രമമായിട്ട് നിരന്തരമായിട്ടുള്ള പരിശീലനത്തിലൂടെ നേടുന്നതാണ് ക്രമമുക്തി. നിരന്തരമായിട്ട് നമ്മൾ മോക്ഷത്തിന് വേണ്ടിയുള്ള പരിശ്രമം അതിലൂടെ നേടുന്നത്. ഒരുപക്ഷെ പല ജന്മങ്ങളിലുള്ള പരിശ്രമത്തിലൂടെ നമുക്ക് നേടാൻ പറ്റും. അല്ലെങ്കിൽ ഈ ഒരു ജന്മത്തിൽ തന്നെ നേടിയെടുക്കാൻ പറ്റുന്ന മോക്ഷം, അത് ക്രമമുക്തി എന്ന് പറയും. അത് നിരന്തരമായ പരിശ്രമത്തിലൂടെ നമ്മൾ നേടുന്ന, അത് ഒരുപക്ഷെ നമ്മൾ പല പല ജന്മങ്ങളിലൂടെ നമ്മൾ ചെയ്യുന്ന സാധനകളുടെ ഫലമായിട്ട്, നമ്മൾ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് കിട്ടുന്ന മോക്ഷം, അതിനെ ക്രമമുക്തി എന്ന് പറയുന്നു. അതുപോലെ സദ്യോമുക്തി എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇൻസ്റ്റൻ്റായിട്ട് വളരെ പെട്ടെന്ന് നേടിയെടുക്കുന്ന മുക്തി, സദ്യോമുക്തി. അതായത് മുൻ ജന്മങ്ങളുടെ കർമ്മഫലങ്ങളായിട്ട് നമ്മൾ ലഭിക്കുന്ന പുണ്യങ്ങളുടെ അനുഭവങ്ങൾ ഉണ്ടാവും. പുണ്യങ്ങൾ നമ്മൾ സ്വരൂപിച്ച് വെച്ചിട്ടുണ്ടാവും. ആ പുണ്യങ്ങൾ സ്വരൂപിച്ച് വെച്ചതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഒരു പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ മോക്ഷം നേടാൻ പറ്റുന്നു. അങ്ങനെയുള്ള ആ മോക്ഷത്തെ സദ്യോമുക്തി, പെട്ടെന്ന് നേടാവുന്ന ഒരു മഹാമുനിയുടെ ഒരു ടച്ച് കൊണ്ട്, ജസ്റ്റ് ഒരു സ്പർശമേറ്റാൽ തന്നെ ചിലപ്പോൾ മുക്തി നേടുന്നു എന്നൊക്കെ കഥകളിൽ നമ്മൾ കേട്ടിട്ടില്ലേ? അതാണ് സദ്യോമുക്തി. അപ്പോൾ ഈ മുക്തി നേടുന്ന ആളും അത്തരത്തിൽ പ്രിപ്പയർഡ് ആയിരിക്കണം. സാധനകളൊക്കെ ചെയ്ത് റെഡിയായി നിൽക്കുന്ന സമയത്ത് നേടാം. പിന്നെ അതുപോലെ തന്നെ ഈ മുക്തി തരുന്ന മഹർഷിമാരോ മുനിമാരോ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് യോഗ്യവരായിരിക്കണം. ഗുരുക്കന്മാരൊക്കെ അതിന് യോഗ്യതയുള്ളവരാകുമ്പോൾ ആ സദ്യോമുക്തി സാധ്യമാകുന്നു. ക്രമമുക്തി, സദ്യോമുക്തി. അതുപോലെ തന്നെ വേറൊരു 2 തരത്തിലുള്ള നമ്മൾ ഇതിനെ ഡിവിഷൻ ചെയ്തിരിക്കുന്നത്. അതാണ് ജീവൻ മുക്തി, വിദേഹമുക്തി. ജീവൻ മുക്തി, വിദേഹമുക്തി. ജീവൻ മുക്തി എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ഒരാൾ ജീവിച്ച് തീരുന്നതിന് മുന്നേ, മരണത്തിന് മുന്നേ ആയിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നേടുന്ന മുക്തി, മോക്ഷത്തെ ജീവൻ മുക്തി എന്ന് പറയുന്നു. ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം തുടർന്നു കൊണ്ടുപോകുന്ന ഒരാൾ ജീവിതം അവസാനിക്കുന്നതിന് മുന്നേ നേടുന്ന മുക്തിയെ ജീവൻ മുക്തി എന്ന് പറയുന്നു. ആളുടെ ജീവൻ മുഴുവനായിട്ട്, അത് ശരീരം നശിക്കാനായിട്ടില്ല, നശിക്കുന്നതിന് മുന്നേ, ശരീരത്തിന് പൂർണ്ണമായ നാശം സംഭവിക്കുന്നതിന് മുന്നേ ലഭിക്കുന്ന മുക്തിക്ക് ജീവൻ മുക്തി എന്ന് പറയുന്നു. പിന്നീട് വിദേഹമുക്തി എന്നാണ്. വിദേഹമുക്തി എന്ന് പറഞ്ഞാൽ മരണസമയത്ത്, ശരീരത്തിൻ്റെ മരണസമയത്ത് ലഭിക്കുന്ന മുക്തിക്ക് വിദേഹമുക്തി എന്ന് പറയും.
ദേഹം വെടിയുന്ന സമയത്ത് ലഭിക്കുന്ന മുക്തി വിദേഹമുക്തി, ജീവൻ മുക്തി, വിദേഹമുക്തി. ഇത്രയൊക്കെയാണ് സാധാരണയായിട്ട് മോക്ഷം ലഭിക്കുന്ന രീതികൾ. എല്ലാവരുടെയും ലക്ഷ്യം മോക്ഷം തന്നെയാണ്. പക്ഷേ പൊതുവെയുള്ളൊരു ധാരണ എന്ന് പറഞ്ഞാൽ മരണസമയത്ത് മാത്രമാണ് മോക്ഷം ലഭിക്കുക എന്നുള്ളതാണ് പൊതുവെയുള്ളൊരു ധാരണ. തെറ്റായിരിക്കാം. പക്ഷെ പൊതുവെയുള്ളൊരു ധാരണ മരണസമയത്താണ് മോക്ഷം ലഭിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല. ജീവിച്ചിരിക്കുമ്പോഴേ തന്നെ മോക്ഷം നേടാം. മോക്ഷം നേടിയ ഗുരുക്കന്മാർ ഉണ്ടാവും. ആ ഗുരുക്കന്മാരാണ് നമുക്ക് പലതും പറഞ്ഞു തരുന്നത്. മോക്ഷം നേടിയ ഗുരുക്കന്മാരാണ് നമുക്ക് പല കാര്യങ്ങളും പറഞ്ഞു തരുന്നത്, പല സിദ്ധാന്തങ്ങൾ രൂപപ്പെടുത്തുന്നതും പല ഗ്രന്ഥങ്ങൾ എഴുതിയിട്ട് നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഈ മോക്ഷം നേടിയ ജീവിച്ചിരിക്കുമ്പോൾ ജീവൻ മുക്തരായ ഗുരുക്കന്മാരാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് അത് വിശദമാക്കി തരാൻ പറ്റുന്നത്. ഇപ്പോൾ ജീവൻ മുക്തി നേടുന്നതാണ് ഏറ്റവും അനുയോജ്യവും. മരണം വരെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ മോക്ഷം നേടിയാൽ മരണമാണ് സംഭവിക്കുക എന്നുള്ളത് ഒരു തെറ്റായ ധാരണയുണ്ട്. മോക്ഷം എന്നത് നേടുന്ന സമയത്ത് മരണം സംഭവിക്കുന്നതല്ല. പക്ഷേ ചിലപ്പോൾ മരണം സംഭവിക്കുന്ന സമയത്ത് മോക്ഷം നേടാം, മോക്ഷം ലഭിക്കാം. ഒരു ബൈ പ്രൊഡക്റ്റ് പോലെ മോക്ഷം സംഭവിക്കാം. അതും അതിനു മുന്നേയുള്ള സാധനകളൊക്കെ ചെയ്ത് ക്രമപ്പെടുത്തി ഒരാൾക്ക് മരണം സംഭവിക്കുന്ന സമയത്ത് മോക്ഷം ലഭിക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് മോക്ഷം സാധാരണയായിട്ട് കാണുന്നത്. ക്രമമുക്തി, സദ്യോമുക്തി. ക്രമമുക്തി എന്ന് പറഞ്ഞാൽ ക്രമമായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ ഒരു ഭക്തി മാർഗത്തിലൊക്കെ സഞ്ചരിക്കുന്നവർ വളരെ ക്രമമായിട്ടുള്ള പ്രവർത്തനമായിരിക്കും. പല ജന്മങ്ങളായിട്ട് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഈ ജന്മത്തിലും ആ ഒരു ഭക്തി മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് ക്രമമുക്തി നേടാം. എപ്പോൾ വേണമെങ്കിലും ക്രമമുക്തി നേടാം. സദ്യോമുക്തി പെട്ടെന്ന് സംഭവിക്കുന്ന മുക്തി, പെട്ടെന്ന് നേടുന്ന മുക്തി. ജ്ഞാനമാർഗത്തിലൊക്കെ ക്രമമുക്തി അല്ല, സദ്യോമുക്തിയാണ് ഉണ്ടാകുന്നത്. അതുപോലെ ജീവൻ മുക്തി, വിദേഹമുക്തി. ജീവിച്ചിരിക്കുമ്പോൾ മുക്തനാവുന്നത് ജീവൻ മുക്തി, മരണസമയത്ത് മുക്തി നേടുന്നത് വിദേഹമുക്തി. ഇനി നമ്മൾ ഈ മോക്ഷം നേടുന്നതിനുള്ള മാർഗങ്ങളെ പറ്റിയാണ് ചിന്തിക്കുന്നത്. എന്തൊക്കെയാണ് മോക്ഷത്തിനുള്ള മാർഗങ്ങൾ? മോക്ഷത്തിന് നമ്മൾ പല മാർഗങ്ങൾ നമ്മൾ പറഞ്ഞു. പല മാർഗങ്ങൾ ഉപനിഷത്തുകൾ, വേദങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. പല മാർഗങ്ങൾ. അതിലുള്ള പ്രധാനപ്പെട്ടതായിട്ട് പറയുന്ന ഒരു മാർഗമാണ് കർമ്മമാർഗം. പിന്നെ ഒന്ന് ക്രിയാമാർഗം, ഭക്തിമാർഗം, ജ്ഞാനമാർഗം. ഇങ്ങനെ 4 മാർഗങ്ങളാണ് വിശദമായിട്ട് പറഞ്ഞു തന്നിരിക്കുന്നത്. ഭക്തിമാർഗം, ജ്ഞാനമാർഗം, അതുപോലെ കർമ്മമാർഗം, ക്രിയാമാർഗം. നോക്കാം ഓരോന്നും എന്താണ് എങ്ങനെയാണെന്നുള്ള ചെറിയൊരു ഒരു മനസ്സിലാക്കാൻ വേണ്ടി അതിനെപ്പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ക്രിയാമാർഗം, കർമ്മമാർഗം, ഭക്തിമാർഗം, ജ്ഞാനമാർഗം. നമുക്ക് ആദ്യം കർമ്മമാർഗം എന്താണെന്ന് നോക്കാം. കർമ്മമാർഗം എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തിയുടെ ഫലമായിട്ട് നമ്മൾ മോക്ഷത്തിലേക്ക് എത്തുന്നതാണ് കർമ്മമാർഗം. പ്രവൃത്തിയുടെ ഫലം എന്ന് പറയുമ്പോൾ ധർമ്മമാർഗത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾ, ആ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി മുഴുവനും നിഷ്കാമ കർമ്മമായിട്ട് മാറ്റുക. ധർമ്മമാർഗത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി, അധർമ്മത്തിലേക്കല്ല അയാൾ പോകുന്നത്. പുണ്യമാണ് അതിൻ്റെ ഫലം. ധർമ്മമാർഗത്തിലൂടെ പ്രവർത്തിക്കുമ്പോൾ പുണ്യമാണ് അദ്ദേഹത്തിൻ്റെ ഫലം, ആ പ്രവൃത്തിയുടെ ഫലം. ധർമ്മമാർഗത്തിൽ നിന്ന് പുണ്യപ്രവൃത്തി ഉണ്ടാകുന്നു. അതുപോലെ ധർമ്മമാർഗത്തിൽ പ്രവർത്തിക്കുന്ന അയാൾക്ക് നിഷ്കാമ കർമ്മത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ, നിഷ്കാമ കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫലം നോക്കാതെ ഉള്ള കർമ്മം. ഇപ്പം ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം എന്താണെന്ന് നോക്കാതെ, എല്ലാം
ഈശ്വര സമർപ്പണം, അല്ലെങ്കിൽ എല്ലാം ദൈവ സമർപ്പണമായിട്ട്, ദൈവത്തിനുള്ള സമർപ്പണമായിട്ട് ചെയ്യുക. അതാണ് നിഷ്കാമ കർമ്മം. അല്ലെങ്കിൽ മറ്റുള്ളവരെ, ഓരോ ആളെയും നമ്മൾ ഹെൽപ്പ് ചെയ്യുമ്പോഴും ഒരു പ്രത്യേകിച്ച് നമ്മൾ അതിൽ നിന്ന് ഒരു നേട്ടവും പ്രതീക്ഷിക്കാതെ ചെയ്യുക. അതാണ് നിഷ്കാമ കർമ്മം. ഒരു നേട്ടവും പ്രതീക്ഷിക്കാതെ, ആ നേട്ടത്തിലല്ല, ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ മാത്രമാണ് അയാൾക്ക് ശ്രദ്ധ. ആ ചെയ്യുന്ന പ്രവൃത്തി മറ്റുള്ളവരുടെ സുഖത്തിനും സന്തോഷത്തിനും പ്രയോജനത്തിനും വേണ്ടി ചെയ്യാം. അതിൽ നിന്ന് തിരിച്ച് എന്തെങ്കിലും നേടണമെന്ന് പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന കർമ്മങ്ങളാണ് നിഷ്കാമ കർമ്മങ്ങൾ. അത്തരത്തിൽ നിഷ്കാമ കർമ്മത്തിലൂടെ പ്രവർത്തിക്കുമ്പോൾ അതൊരു കർമ്മമാർഗമാവും. ആ കർമ്മമാർഗത്തിലൂടെ മോക്ഷത്തിലേക്ക് എത്താവുന്നതാണ്. കർമ്മമാർഗത്തിലൂടെ നമ്മൾ പ്യൂരിഫൈ ആവുന്നു, മാനസികമായും ശാരീരികമായും ഒക്കെ പ്യൂരിഫൈ ചെയ്യപ്പെടുന്നു. ആ പ്യൂരിഫിക്കേഷനിലൂടെ മോക്ഷത്തിലേക്ക് എത്താം. അതൊരു മാർഗമാണ്. അതുപോലെയാണ് മറ്റൊന്നാണ് ക്രിയാമാർഗം. ക്രിയാമാർഗം എന്ന് പറയുന്നത്, നമുക്കറിയാം, നമ്മുടെ ശരീരം, അതുപോലെ ശരീരത്തിന് മനസ്സ് എന്ന് പറയുന്ന സൂക്ഷ്മമായ ഒരു തലം കൂടിയുണ്ട്. ശരീരം എന്നത് സ്ഥൂലമായ ഒരു ഭാഗമാണ്. നമ്മുടെ ശരീരം ഒരു സ്ഥൂലമായ ശരീരമാണ്. നമുക്ക് ഇപ്പം കാണാനും അനുഭവിക്കാനും ഒക്കെ പറ്റുന്ന ഈ ശരീരം എന്ന് പറയുന്നത് ഒരു സ്ഥൂലമായിട്ടുള്ള വസ്തുവാണ്. അതിൻ്റെ ഒരു സൂക്ഷ്മ തലത്തിലുള്ളതാണ് മനസ്സ്. മനസ്സെന്നത് വളരെ സൂക്ഷ്മമായ ഒരു തലത്തിലാണ് നിൽക്കുന്നത്. ആ സൂക്ഷ്മ തലത്തിലുള്ള മനസ്സ്, ആ മനസ്സിനകത്ത്, മനസ്സ് അല്ലെങ്കിൽ സൂക്ഷ്മ ശരീരം എന്ന് പറയും. മനസ്സിനെ സൂക്ഷ്മ ശരീരം എന്ന് പറയും. ഈ കാണുന്ന, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഈ ശരീരത്തെ സ്ഥൂല ശരീരം എന്നും, മനസ്സുമായിട്ട് ചേർന്നപ്പെട്ട എനർജി രൂപത്തെ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നു. ഈ സൂക്ഷ്മ ശരീരത്തിൽ നമുക്ക് കാണാൻ പറ്റാത്തതായിട്ടുള്ള എനർജി പോയിന്റുകളുണ്ട്. ഒരുപാട് എനർജി പോയിന്റുകൾ. ഈ എനർജിയെ ഉപയോഗപ്പെടുത്തി നമ്മൾ മറ്റൊരു തലത്തിലേക്ക് എത്താനുള്ള ഒരു ശ്രമം, അതാണ് ക്രിയാമാർഗം എന്ന് പറയുന്നത്. സൂക്ഷ്മമായ യോഗയിലൊക്കെ അതാണ് ഉപയോഗപ്പെടുത്തുന്നത്. യോഗ ശാസ്ത്രത്തിലൂടെ, അല്ലെങ്കിൽ ആ യോഗയുടെ അടിസ്ഥാനം തന്നെ അതാണ്. സൂക്ഷ്മമായിട്ടുള്ള എനർജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മോക്ഷത്തിലേക്ക് എത്താൻ സാധിക്കുക. സൂക്ഷ്മമായ എനർജി എന്ന് പറയുമ്പോൾ സ്ഥൂല ശരീരത്തിലേതുപോലെ തന്നെ സൂക്ഷ്മ ശരീരത്തിലും പല പല എനർജി പോയിന്റുകളുണ്ട്. നമുക്ക് ശരീരത്തിൽ നമ്മൾ ഫിസിക്കലായിട്ട് കാണുന്ന ഓർഗൻസ് പോലെ തന്നെ സ്ഥൂലമായ ശരീരത്തിൻ്റെ ഭാഗം പോലെ തന്നെ സൂക്ഷ്മ ശരീരത്തിലും പലതരത്തിലുള്ള എനർജി പോയിന്റുകളുണ്ട്. അതാണ് നമ്മൾ പറയുന്ന ഈ ഷഡാധാര ചക്രങ്ങൾ എന്നൊക്കെ പറയുന്നത്. ആ ഷഡാധാര ചക്രങ്ങൾ, പിന്നെ അതുപോലെ തന്നെ സഹസ്രാര ചക്രങ്ങൾ, ശരീരം മൊത്തമായിട്ട് നോക്കുകയാണെങ്കിൽ 114 ചക്രങ്ങളാണുള്ളത്. ഈ ചക്രങ്ങളെ ഉപയോഗപ്പെടുത്തി, ചക്രങ്ങൾ എന്ന് പറഞ്ഞാൽ എനർജിയെ സ്വീകരിക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നതാണ് ചക്രങ്ങൾ. ഈ ചക്രങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തെ പ്യൂരിഫൈ ചെയ്യാം. എനർജി സിസ്റ്റത്തെ പ്യൂരിഫൈ ചെയ്യാം. എനർജി സിസ്റ്റത്തെ പ്യൂരിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ ശരീരത്തെ പൂർണ്ണമായിട്ടും പ്യൂരിഫൈ ചെയ്തെടുക്കുക. അതായത് മനസ്സിനെയൊക്കെ പ്യൂരിഫൈ ചെയ്ത് നന്നാക്കിയിട്ട് ക്ലീൻ ആക്കിയിട്ട് നമ്മൾ ശരീരത്തിൻ്റെ ശക്തി ഉപയോഗിച്ച്, ഊർജം ഉപയോഗിച്ച്, ശരീരത്തിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള ഊർജം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മോക്ഷത്തിലേക്ക്, സാക്ഷാത്കാരത്തിലേക്ക് എത്തുന്നതാണ് ക്രിയാമാർഗം. നമ്മൾ കർമ്മമാർഗം പറഞ്ഞു, നമ്മുടെ പ്രവൃത്തിയിലൂടെ നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്നു സ്ഥൂല ശരീരത്തിനും, അതേപോലെ തന്നെ അതിനനുസരിച്ച് സൂക്ഷ്മമായ തലത്തിലും നമ്മൾ പ്യൂരിഫൈ ചെയ്യപ്പെടുന്നു കർമ്മമാർഗത്തിലൂടെ. ക്രിയാമാർഗം എന്ന് പറയുന്നത് യോഗ ഒക്കെ ക്രിയാമാർഗമാണ്. ആ ക്രിയാമാർഗത്തിലൂടെ നമ്മൾ ചെയ്യുന്ന സമയത്ത്, യോഗയിലൂടെ നമ്മൾ ചക്രങ്ങളുടെയൊക്കെ പ്യൂരിഫൈ ചെയ്ത് ചെയ്യുന്ന മോക്ഷത്തിലേക്ക്
നമ്മൾ എത്തുന്നു. അതാണ് ക്രിയാമാർഗം. പിന്നെ ഒന്നുള്ളതാണ് ഭക്തിമാർഗം. നമുക്കറിയാം ഭക്തിമാർഗം വളരെ വ്യാപകമായിട്ട് ഉപയോഗപ്പെടുത്തുന്നതാണ്. ഈശ്വരനാണ് എല്ലാം എന്നുള്ള ധാരണയിൽ നമ്മൾ ജീവിക്കുക. ഈശ്വര സമർപ്പണം എന്നുള്ള രീതിയിൽ എല്ലാം ചെയ്യുക. എല്ലാ പ്രവൃത്തികളും, എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ ക്രിയകളും എൻ്റെ കർമ്മങ്ങളും മുഴുവൻ ഈശ്വരനുള്ള സമർപ്പണം എന്നുള്ള രീതി, ആത്മസമർപ്പണം നടത്തിയിട്ട് ഭക്തി എന്ന അൾട്ടിമേറ്റ് എയിമിലേക്ക് എത്തുക. ഭക്തി എന്ന് പറയുന്നത് ഒരു എയിമാണ്. നമ്മൾ ഭക്തി മാർഗമാണ്. നമ്മൾ ശീലിക്കുന്നത്, നമ്മൾ ചെയ്യുന്നതൊക്കെ, അമ്പലത്തിൽ പോയിട്ട് ചെയ്യുന്നതും ഒക്കെ, എല്ലാ ചെയ്യുന്ന പൂജകളും പ്രവൃത്തികളും ഒക്കെ, ഈശ്വരന് വേണ്ടിയുള്ള സേവനങ്ങളും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിയുടെ മാർഗമാണ്. നമ്മൾ ഭക്തിയിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു ചവിട്ടുപടികളാണ് അമ്പലം എന്നൊക്കെ പറയുന്നത്. ഭക്തി എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഏറ്റവും ഉയർന്ന അവസ്ഥയാണ്. ഭക്തി എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ ഞാനും ഈശ്വരനും ഒന്നായിട്ട് ചേരുന്ന ആത്മസമർപ്പണത്തിലൂടെ ഞാനും ഈശ്വരനും ഒന്നായിട്ട് മാറുന്ന ഒരു അവസ്ഥയാണ് ഭക്തി എന്ന് പറയുന്നത്. ആ ഭക്തിയിലേക്ക് നമ്മൾ എത്തുന്നതാണ് ഭക്തി മാർഗം. ആത്മസമർപ്പണം എന്നുള്ള രീതിയിൽ ഭക്തിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ഭക്തി മാർഗമായി. അതാണ് ഈശ്വരൻ എന്നുള്ള ചിന്തയിൽ അത് വളരെ വ്യാപകമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതാണ്. മോക്ഷത്തിന് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതാണ്. അത് ഒരു ഹിന്ദു ഐഡിയയിൽ അത് തന്നെയാണ്. വളരെ വളരെ വ്യാപകമായിട്ടും വളരെ അധികം ഡീറ്റെയിൽ ആയിട്ടും അതിൻ്റെ പ്രോസസ്സുകൾ അറിയാവുന്നതാണ്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതാണ് ഭക്തി മാർഗം. ഭക്തി എന്ന് പറയുന്നത് നമ്മൾ അമ്പലങ്ങളിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നതൊക്കെ ഭക്തി മാർഗമാണ്. നമ്മൾ ഭക്തിയിലേക്കാണ് എത്തേണ്ടത്. ഭക്തിയിലേക്ക് എത്തുന്ന നിമിഷം നമുക്ക് മോക്ഷമാണ്. ഭക്തിയിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഈശ്വരനും ഒന്നായിട്ട് മാറും. അത് മോക്ഷമായിട്ട് മാറും. പിന്നെ ഒന്നാണ് പറഞ്ഞ ജ്ഞാനയോഗ അല്ലെങ്കിൽ ജ്ഞാനമാർഗം. ജ്ഞാനമാർഗം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു അവസ്ഥയ്ക്ക്, ബന്ധന എന്നുള്ള അവസ്ഥയ്ക്ക് കാരണം അജ്ഞാനമാണ്. നമ്മൾ ഈ ബന്ധനത്തിലായിരിക്കുന്നത് അജ്ഞാനം കാരണമാണ്. ആ അജ്ഞാനത്തെ ഇല്ലാതാക്കിയിട്ട് മോക്ഷം നേടുന്നതാണ് ജ്ഞാനമാർഗം. അജ്ഞാനത്തെ ഇല്ലാതാക്കിയിട്ട് ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നതാണ് ജ്ഞാനമാർഗം. ജ്ഞാനമാർഗത്തെ പറ്റി നമ്മൾ പറയുമ്പോൾ ജ്ഞാനമാർഗം അതിൽ നമ്മുടെ ജഗദ്ഗുരു ആദി ശങ്കരാചാര്യർ, ശ്രീ ശങ്കരാചാര്യർ അദ്വൈത വേദാന്ത സിദ്ധാന്തം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ഉപനിഷത്തുകളെ ബേസ് ചെയ്തിട്ടുള്ള വേദാന്തം, വേദങ്ങളുടെ അവസാന ഭാഗം എന്ന് പറയുന്നത് ജ്ഞാനകാന്ഡാണ്. കർമ്മകാന്ഡം, ഉപാസനാകാന്ഡം, ജ്ഞാനകാന്ഡം എന്ന് 3 കാണ്ഡങ്ങളായിട്ടാണ് വേദങ്ങളുള്ളത്. അതിൻ്റെ അവസാന ഭാഗമാണ് ജ്ഞാനകാന്ഡം. ആ ജ്ഞാനകാന്ഡാണ് വേദാന്തത്തിന് അടിസ്ഥാനം. അതായത് ഉപനിഷത്തുകളാണ് വേദാന്തത്തിന് അടിസ്ഥാനം. വേദാന്തത്തിൽ തന്നെ പല ചിന്താഗതികളുണ്ട്. അതിലുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയുന്ന ഒരു ചിന്താഗതിയാണ്, ഒരു സിദ്ധാന്തമാണ് അദ്വൈത വേദാന്ത സിദ്ധാന്തം. അതാണ് ആദിശങ്കരാചാര്യരുടെ സിദ്ധാന്തമായിട്ട് നമ്മൾ പറയുന്നത്. ആ ഒരു സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ജ്ഞാനമാർഗം ഉപയോഗപ്പെടുത്തുന്നത്. ജ്ഞാനമാർഗം എന്ന് പറയുമ്പം അജ്ഞാനത്തെയാണ് നമ്മൾ ഇല്ലാതാക്കുന്നത്. അജ്ഞാനത്തെ ഇല്ലാതാക്കുമ്പോൾ എന്താണ് ഈ അജ്ഞാനം എന്ന് പറയുന്നത്, എങ്ങനെയാണ് അജ്ഞാനത്തെ ഇല്ലാതാക്കുന്നത്, ഇത് നമ്മൾ അറിയേണ്ടതുണ്ട്. അജ്ഞാനം എന്താണ്, എങ്ങനെയാണ് അജ്ഞാനത്തെ ഇല്ലാതാക്കുക, അജ്ഞാനം എന്തിനെ പറ്റിയുള്ള അജ്ഞാനാണ് എന്നും അറിയണം. അജ്ഞാനം എന്താണ്,
അജ്ഞാനം എന്തിനെ പറ്റിയാണ്? അറിയാം, നമുക്ക് മോക്ഷം നമ്മൾ നേടുന്നത് ഈ സംസാര ചക്രത്തിൽ നിന്നാണ്. സംസാര ചക്രത്തിൽ നമ്മൾ ബന്ധനസ്ഥനായതുകൊണ്ടാണ് നമ്മൾ മോക്ഷത്തിനെ പറ്റി ചിന്തിക്കുന്നത്. ഈ സംസാര ചക്രത്തിൽ നമ്മൾ നിലനിർത്തുന്നത് നമ്മുടെ പ്രവൃത്തിയും കർമ്മവും ആണെന്ന് പറഞ്ഞു. കർമ്മം നമ്മൾ ചെയ്യുന്നതാണ്, നമ്മുടെ പ്രവൃത്തിയാണ്. നമ്മുടെ പ്രവൃത്തി നമ്മൾ ചെയ്യുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കർമ്മത്തിൽ അകപ്പെടുന്നു, കർമ്മബന്ധം ഉണ്ടാകുന്നു. ആ ബന്ധനത്തിൽ നിന്നാണ് നമുക്ക് മോചനം നേടേണ്ടത്. അപ്പം അജ്ഞാനം എന്ന് നിലനിൽക്കുന്നത് നമ്മളിലാണ് അജ്ഞാനം നിലനിൽക്കുന്നത്. നമ്മളിലെ അജ്ഞാനം എന്ന് പറയുന്നത് നമ്മുടെ സ്വരൂപം എന്താണെന്ന് അറിയാത്ത അവസ്ഥ നമുക്കുണ്ട്. നമ്മുടെ ശരിയായ രൂപം, ഞാൻ എന്താണെന്നുള്ള അറിവ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. അതാണ് നമ്മളിലെ അജ്ഞാനം. നമ്മുടെ അറിവുകൾ പരിമിതമാണ്. ഏത് രീതിയിലാണ് പരിമിതപ്പെട്ടിരിക്കുന്നത്? ഞാൻ എന്നത് എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാതിരിക്കുക, അതാണ് എൻ്റെ അജ്ഞാനം. ഞാൻ എന്താണെന്നുള്ള അറിവ് എന്നിൽ വ്യക്തമായിട്ട് അറിയാതിരിക്കുക, എനിക്ക് തന്നെ അറിയാതിരിക്കുക. ആ അജ്ഞാനത്തെയാണ് ജ്ഞാനം കൊണ്ട് ഇല്ലാതാക്കുന്നത്. അജ്ഞാനത്തെ ജ്ഞാനം കൊണ്ട് ഇല്ലാതാക്കുന്നത്. ഇതിന് നമ്മൾ ഉപനിഷത്തുകളെയാണ് ആശ്രയിക്കുന്നത്. ഈ അജ്ഞാനത്തെ ഇല്ലാതാക്കാൻ വേണ്ടി, ജ്ഞാനം നേടാൻ വേണ്ടി നമ്മൾ ആശ്രയിക്കുന്നത് ഉപനിഷത്തുകളെയാണ്. വേദത്തിലെ ഉപനിഷത്തുകളെയാണ് ആശ്രയിക്കുന്നത്. വേദത്തിലെ ഉപനിഷത്തുകളെ ആശ്രയിച്ച് തന്നെയാണ് അദ്വൈത വേദാന്ത സിദ്ധാന്തവും രൂപപ്പെടുത്തിയിരിക്കുന്നത്. പല ഉപനിഷത്തുകളിൽ നിന്നായിട്ട് മഹാവാക്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഉപനിഷത്തുകളുടെ അന്തസത്ത എന്ന് പറയുന്നത് ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നുള്ളതാണ്. ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നുള്ളതാണ് ഉപനിഷത്തുകൾ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ശ്രമിക്കുന്നത്. ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നുള്ളതാണ്. ബ്രഹ്മമാണ് സത്യം, ജഗത്ത് മിഥ്യയാണ്. മിഥ്യ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതാണ്, തെറ്റായിട്ട് നമ്മൾ പെർസീവ് ചെയ്യുന്നതാണ്. ഈ ജഗത്ത് എന്ന് പറയുന്നത് ഒരു മിഥ്യയാണ്. ബ്രഹ്മം മാത്രമാണ് സത്യം എന്നാണ് ഈ ഉപനിഷത്തുകളെല്ലാം പറഞ്ഞു തരുന്നത്. അപ്പോൾ പല ഉപനിഷത്തുകൾ എടുത്തു കഴിഞ്ഞാൽ ഉപനിഷത്തുകളിൽ മഹാവാക്യം എന്ന് പറയുന്ന വാക്യമുണ്ട്. അതിലൊന്നാണ് കേട്ടിട്ടുണ്ടാവും, അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ഒരു വാക്ക്. മഹാവാക്യം എന്നാണ് പറയുന്നത്, അഹം ബ്രഹ്മാസ്മി. അതുപോലെ തത്വമസി, അയമാത്മാ ബ്രഹ്മം, പ്രജ്ഞാനം ബ്രഹ്മ. ഇങ്ങനെയുള്ള 4 മഹാവാക്യങ്ങൾ ഉണ്ട്. മഹാവാക്യം എന്ന് പറഞ്ഞാൽ ഞാനും ബ്രഹ്മവും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ്. ഞാനും ബ്രഹ്മവും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന വാക്ക്. ഓരോന്നും ചെറുതായിട്ട് ഒന്ന് നോക്കാം എന്താണെന്ന്. അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രഹ്മമാണ് എന്നുള്ളതാണ്. അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രഹ്മമാണ്. തത് ത്വമസി എന്ന് പറഞ്ഞാൽ തത് അത്, ത്വം അസി അത് നീയാണ്. തത് ത്വം അസി, തത് ത്വം അസി അത് നീയാണ്. അത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈശ്വരൻ അത്, അല്ലെങ്കിൽ ബ്രഹ്മം. അത് നീയാണ്, ബ്രഹ്മം നീയാണ് എന്നുള്ളതാണ്. അഹം ബ്രഹ്മാസ്മി, ഞാൻ അഹം
ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണ്. തത് ത്വമസി, അത് നീയാണ്. ബ്രഹ്മം നീയാണ്. ഈശ്വരൻ അല്ലെങ്കിൽ ബ്രഹ്മം അല്ലെങ്കിൽ ഈശ്വരൻ നീയാണ്. അയം ആത്മാ ബ്രഹ്മ, അയം ആത്മാ ബ്രഹ്മ, ഈ ആത്മാവ്, ഈ ആത്മാവ്, ഈ ആത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിലുള്ള ആത്മാവ്, ഈ ജീവനിലെ ഉള്ളിലുള്ള ആത്മാവ്. അയം ആത്മാ ബ്രഹ്മ, ഈ ആത്മാവ്, അയം എന്ന് പറഞ്ഞാൽ ഈ ആത്മാവ് ബ്രഹ്മമാണ്. അയം ആത്മാ ബ്രഹ്മ. പിന്നെ ഒന്ന് പ്രജ്ഞാനം ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ, ബോധം, കോൺഷ്യസ്നസ്, പ്രജ്ഞ, അത് ബ്രഹ്മമാണ്. എൻ്റെ ബോധം അല്ലെങ്കിൽ എൻ്റെ കോൺഷ്യസ്നസ് അത് ബ്രഹ്മമാണ്. പ്രജ്ഞാനം ബ്രഹ്മ. ഈ 4 മഹാവാക്യങ്ങളാണുള്ളത്. ഇതാണ് ഞാനും ബ്രഹ്മവും തമ്മിലുള്ള റിലേഷൻ സൂചിപ്പിക്കുന്ന വാക്കുകൾ. മുഴുവൻ വേദാന്തത്തിൻ്റെയും മുഴുവൻ ഉപനിഷത്തുകളുടെയും അന്തസത്ത ഈ 4 മഹാവാക്യങ്ങളിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഈ മഹാവാക്യങ്ങളെ നമ്മൾ വ്യക്തമായിട്ട് അറിയുന്നതാണ് മോക്ഷം എന്ന് പറയുന്നത്.